ശരി, എന്തായാലും മറ്റു വാർത്തകളിലേക്ക് കൂടെ പോവുകയാണ്. യുവനടിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വലിയ വിമർശനങ്ങൾ കൂടി വരികയാണ്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ രാഹുൽ മാറി നിൽക്കണമെന്നാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി RV സ്നേഹ ആവശ്യപ്പെട്ടത്. ആരോപണങ്ങൾ എപ്പോഴും ചിരിച്ചു തള്ളാനാകില്ല. മാധ്യമങ്ങളിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ വാർത്ത വന്നിട്ട് മൗനം പാലിക്കുന്നത് ശരിയല്ലെന്നും യൂത്ത് കോൺഗ്രസിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വിമർശനം ഉയർന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഓരോരുത്തർ വന്ന് ഓരോ കഥകൾ പറയുമ്പോൾ ഇതൊക്കെ കേട്ടോണ്ടിരിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം പറയാം. ഈ ചുമ്മാതെ എന്തിനു വെറുതെ ഇപ്പൊ ഞാൻ പറയട്ടെ, എന്നെയൊക്കെ സംബന്ധിച്ചോളം എന്നെ കുറിച്ചൊക്കെ ഇങ്ങനെ 10 പേര് വന്ന് പറഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും പ്രതികരിക്കും. അത് വളരെ മോശമാണ്. നിങ്ങൾ എന്താ അങ്ങനെ ഇന്നത്തെ ഒത്തിരി പെൺപിള്ളാരും കൂടെയുള്ള പ്രസ്ഥാനം, നിങ്ങൾ അങ്ങനെ സംസാരിക്കുക, ഇവക്കൊക്കെ എതിരെ കൊണ്ട് കേസ് കൊടുക്കുക. വെറുതെ എന്തിനാണ് ഈ പ്രസിഡന്റ് ഒക്കെ പേര് വലിച്ചെടുക്കുന്നത്? അതല്ലേ നമ്മളും ചോദിക്കുന്നുള്ളൂ. അത് നിങ്ങൾ അങ്ങനെ കൂടെ മനസ്സിലാക്കുക. ഇതിന് മുന്നേ യൂത്ത് കോൺഗ്രസിന്റെ കമ്മിറ്റികൾ ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടില്. ഇങ്ങനെയുള്ള വിഷയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന് ഒതുക്കാൻ വളരെ ഓപ്പണായിട്ട് ഒതുക്കാനാണെങ്കിലും വളർത്താനാണെങ്കിലും ഇങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെ ആയിട്ട് വന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള ആരോപണം എപ്പോഴും നമുക്ക് ചിരിച്ചു തള്ളാൻ പറ്റത്തില്ല. ഇതുവരെ നമ്മൾ ഇതുപോലെ ആരോപണങ്ങൾ വന്ന് ഞാനൊരു വോയിസ് ഇട്ടിട്ടുണ്ട് ഈ ഗ്രൂപ്പിൽ. പക്ഷെ ഇതങ്ങനെയല്ല. പ്രതികരിക്കേണ്ടത് പ്രതികരിക്കുക തന്നെ ചെയ്യും. ചർച്ച ഉണ്ടാവണം. ചർച്ച ചെയ്യാതിരിക്കേണ്ട കാര്യം എന്തിരിക്കുന്നു? അദ്ദേഹം സംസ്ഥാന അധ്യക്ഷനല്ലേ, സ്വാഭാവികമായിട്ടും ചർച്ച ചെയ്യണം. ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഉണ്ടാകും. യൂത്ത് കോൺഗ്രസ് ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. തെറ്റ് ചെയ്തിട്ടില്ലേ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം യൂത്ത് കോൺഗ്രസിനുണ്ട്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അന്വേഷണ വിധേയമായി മാറി നിൽക്കേണ്ട ഉത്തരവാദിത്തം കടമ അദ്ദേഹത്തിനും ഉണ്ട്. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇന്ന് ഇതാണെങ്കിൽ നാളെ മറ്റൊരു വിഷയമായിരിക്കും വരാൻ പോകുന്നത്. അദ്ദേഹം തെറ്റുകാരനല്ലെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ പരിപൂർണമായി സംരക്ഷിക്കേണ്ട അല്ലെങ്കിൽ കൂടെ നിർത്തേണ്ട ഉത്തരവാദിത്തം പാർട്ടിക്കുണ്ട്. ഇത് യൂത്ത് കോൺഗ്രസിനെയും കൂടെ ബാധിക്കും. ഇതിനകത്ത് പെൺകുട്ടികളും കൂടെ ഉള്ള പ്രസ്ഥാനമാണ്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നാളെ കേസ് കൊടുക്കേണ്ട ഉത്തരവാദിത്വം തീർച്ചയായിട്ടും അധ്യക്ഷനുണ്ട്. കാരണം എന്നും തുടർക്കഥയിലെ മെഗാ സീരിയൽ പോലെ എപ്പിസോഡ് പോലെ ഒന്നും ഓരോ കഥകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് നമ്മൾ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനെ എന്ന നിലയിൽ അദ്ദേഹത്തിനെതിരെ വരുന്ന ഒരു കാര്യം കൃത്യമായത് സമൂഹത്തിനെ അറിയിക്കേണ്ട ഒരു ബാധ്യത. പരസ്യമായിട്ട് നിങ്ങൾ പറയുന്നത് പരസ്യമായിട്ട് ഒന്നും നടത്തരുതെന്ന്. ഞങ്ങളുടെ TV ഈ വെണ്ടയ്ക്കാശ്രത്തിൽ എഴുതി കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങൾ. ഇതൊക്കെ ആളുകൾ കാണുന്നതാണോ? ഇപ്പൊ ഈ ഗ്രൂപ്പിനകത്ത് നമ്മുടെ ഒഫീഷ്യൽ ഗ്രൂപ്പ് ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ സംസാരിക്കുന്നത്. കാരണം അത് ശരിയായ ഒരു പ്രവണതയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നാളെ ഒരിക്കൽ ഈ ഗ്രൂപ്പിലെ എല്ലാ പെൺകുട്ടികളെയും കുറിച്ചും വളരെ മോശമായിട്ട് ഇതുപോലൊരു കഥ വേറൊരുത്തി വന്ന് ഇതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അന്നും ഇങ്ങനെ മിണ്ടാതിരിക്കണം, അല്ലെങ്കിൽ പത്രക്കാർക്ക് ഇതൊക്കെ ചോർന്ന് പോകുന്ന വെച്ചിട്ട് മിണ്ടാതിരിക്കണം. അതല്ല യൂത്ത് കോൺഗ്രസ്. യൂത്ത് കോൺഗ്രസ് കൃത്യമായി ഇതിനെ നേരിടണം. ഈ വിഷയം ഇത് ഒന്നൊന്നും അല്ല. കാരണം അത്ര സഖി കേട്ടിട്ടാണ് ഞാൻ ഈ മെസ്സേജ് ഇടുന്നത്. പലതിനും നമ്മൾ പ്രതികരിക്കുന്നത്. പക്ഷെ ഈ ഒരു വിഷയം അത്ര നിസ്സാരമായിട്ട് കാണാൻ എനിക്ക് തോന്നുന്നില്ല. ഞാനത് വീണ്ടും ആവർത്തിക്കുന്നു. അത് ശരിയല്ല. MK ഷുക്കൂർ വിവരങ്ങൾ നൽകും. ഷുക്കൂർ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയരുന്ന ആരോപണങ്ങളിലാണ് RV സ്നേഹ ആ നിലപാട് വ്യക്തമാക്കിയത്. സ്നേഹയുടെ സ്വരം ഗ്രൂപ്പിൽ ഒറ്റപ്പെട്ടതാകില്ല അല്ലേ? ജിൽസി, യുവനടിയുടെ വെളിപ്പെടുത്തലിന് പിറകെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിൽ വലിയ വിമർശനം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയരുകയും അദ്ദേഹം മാറി നിൽക്കണമെന്ന ഒരു ആവശ്യം ഉയരുകയും ചെയ്തിരുന്നു. എന്നാൽ ഇത് പരസ്യമായി പറയാൻ പലരും തയ്യാറായിരുന്നില്ല. എന്നാൽ ഇന്നലെ വൈകുന്നേരം മുതൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചെറിയ തോതിലുള്ള പ്രതികരണങ്ങൾ വന്നു തുടങ്ങി. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതികരണമാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി RV സ്നേഹയുടേത്. സ്നേഹ വളരെ ദീർഘമായ മൂന്ന് വോയിസുകളാണ് ഈ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തത്. ആ 3 പോസ്റ്റുകളുടെയും ഒരു ചെറിയ ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഇതിനകത്ത് അവർ പ്രധാനമായും ഉന്നയിക്കുന്ന കാര്യം, ഇത്രയും വലിയ ഒരു ആരോപണം ഉയർന്നിട്ടും എന്തുകൊണ്ടാണ് സംഘടന ഇതിനെ മറുപടി പറയാത്തത്? ഇത് ശരിയാണെങ്കിൽ സ്ഥാനത്ത് നിന്ന് മാറി നിന്ന് അന്വേഷണം നേരിടാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറാകണം. ഉമ്മൻചാണ്ടി അടക്കമുള്ള നേതാക്കൾ അത്തരത്തിൽ നിലപാട് സ്വീകരിച്ചത് പാർട്ടിക്ക് മാതൃകയായുണ്ട്. മാത്രമല്ല നിരവധി പെൺകുട്ടികൾ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണിത്.